വചനം ധ്യാനിക്കുമ്പോൾ എൻ ഹൃദയം ആശ്വസിക്കും. കൂരിരുളിൽ താഴ്വരയിൽ ദീപമതാ നിൻമൊഴികൾ. കൂരിരുളിൽ താഴ്വരയിൽ ദീപമതാ നിൻമൊഴികൾ. സുഭാഷിതം. ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഏറ്റവും ദൈർഘ്യമേറിയ പ്രാർത്ഥനകളിലൊന്നാണ് ദാനിയേലിൻ്റെ പ്രാർത്ഥന. ദാനിയേലിനൊരു പ്രാർത്ഥനാശീലമുണ്ടായിരുന്നു. പ്രതിസന്ധി ഘട്ടങ്ങളിൽ ദാനിയേലിൻ്റെ അത്ഭുതകരമായ പ്രാർത്ഥനകൾ അദ്ദേഹത്തിൻ്റെ പതിവ് പ്രാർത്ഥനാ രീതിയുടെ പ്രകടനമാണ്. 9-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ദാനിയേലിൻ്റെ പ്രാർത്ഥനയെക്കുറിച്ച് അല്പം ചിന്തിക്കാം. 3-ാം വാക്യം വായിക്കുന്നത്, അപ്പോൾ ഞാൻ ഉപവസിച്ചും രട്ടുടുത്തും വെണ്ണീറിലിരുന്നും കൊണ്ട് പ്രാർത്ഥനയോടും യാചനകളോടും കൂടെ അപേക്ഷിക്കേണ്ടതിന് ദൈവമായ കർത്താവിങ്കിലേക്ക് മുഖം തിരിച്ചു. Then I set my face toward the Lord God to make requests by prayer and supplications with fasting, sackcloth and ashes. രാജ്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചുമതലകൾ വഹിക്കുന്ന ഒരു വിശ്വസ്ത പ്രവാചകനായിരുന്നു ദാനിയേൽ. അവൻ ദൈവത്തിങ്കിലേക്ക് മുഖം തിരിച്ചു എന്നതിൻ്റെ അർത്ഥം തൻ്റെ ദൈനംദിന ജീവിതത്തിലുള്ള സകല കാര്യങ്ങളും വെടിഞ്ഞ് ദൈവത്തെ അന്വേഷിക്കുന്നതിന് വേണ്ടി ഉപവസിപ്പാനും പ്രാർത്ഥിപ്പാനും തുടങ്ങി. എളിമയുള്ള ആത്മാവിൻ്റെ ബാഹ്യ അടയാളങ്ങളായി ഒരു വ്യക്തിയെ താഴ്ത്തുക എന്നതായിരുന്നു രട്ടിലും വെണ്ണീറിലും ഇരിക്കുക എന്നതിൻ്റെ അർത്ഥം. പ്രാർത്ഥനയിൽ സ്വയം അർപ്പിക്കുവാൻ താൻ ഭക്ഷണവും മാറ്റിവെച്ചു. ഇങ്ങനെ ഒരു പ്രാർത്ഥന ചെയ്യുവാൻ എന്തായിരുന്നു അതിൻ്റെ കാരണമെന്ന് 2-ാം വാക്യത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. യെരുശലേമിൻ്റെ ശൂന്യാവസ്ഥ 70 സംവത്സരം കൊണ്ട് തീരുമെന്നിങ്ങനെ യഹോവയുടെ അരുളപ്പാട് യിരെമ്യാ പ്രവാചകൻ ഉണ്ടായ പ്രകാരം ഒരു കാലസംഖ്യ അദ്ദേഹം പുസ്തകങ്ങളിൽ നിന്ന് ഗ്രഹിച്ചു. യഹൂദാജനത്തിൻ്റെ പ്രവാസകാലം ഉടൻ അവസാനിക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് ദാനിയേൽ പ്രാർത്ഥിക്കുന്നത്. യഹൂദാജനത്തിൻ്റെ പരാജയത്തെയും ദൈവത്തിൻ്റെ നന്മയെയും ഊന്നി പറയുന്നതിനാണ് ദാനിയേൽ തൻ്റെ പ്രാർത്ഥനയുടെ ഭൂരിഭാഗവും നീക്കിവെക്കുന്നത്. തൻ്റെ ജനത ദുഷ്ടത പ്രവർത്തിച്ചിട്ടുണ്ട്, അവർ അകൃത്യം ചെയ്തിട്ടുണ്ട്, നമ്മൾ പാപം ചെയ്തിട്ടുണ്ടെന്ന് ഏറ്റു പറഞ്ഞുകൊണ്ട് ദാനിയേൽ തൻ്റെ ജനത്തിനു വേണ്ടി ഇടിവിൽ നിന്ന് ദൈവത്തോട് അപേക്ഷിക്കുന്നു. തന്നെയുമല്ല, കഴിഞ്ഞ 70 വർഷമായി ദൈവം തൻ്റെ ജനത്തിന് നൽകിയ ശിക്ഷണം അനുഭവിക്കാൻ താൻ അർഹനാണെന്ന് പ്രകടിപ്പിക്കുന്നു. ദാനിയേലിൻ്റെ ഏറ്റുപറച്ചിൽ ആവർത്തിച്ചുള്ളതും സമഗ്രവുമാണ്. ദാനിയേലിൻ്റെ പ്രാർത്ഥനയിൽ നിന്ന് നമുക്കെന്താണ് പഠിക്കുവാനുള്ളത്? താൻ പ്രവാസിയായിരിക്കുമ്പോഴും പ്രതികൂല സാഹചര്യങ്ങളുള്ളപ്പോഴും ദൈവത്തോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. യേശു കർത്താവ് ഭൂമിയിലായിരുന്നപ്പോൾ തൻ്റെ ശിഷ്യന്മാരെ പ്രാർത്ഥിക്കുവാൻ പഠിപ്പിച്ചു. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കപടഭക്തിക്കാരെ പോലെ ആകരുത്. മത്തായി 6:6 വായിക്കുന്നത്, നീയോ പ്രാർത്ഥിക്കുമ്പോൾ അറയിൽ കടന്ന് വാതിലടച്ച് രഹസ്യത്തിലുള്ള നിന്റെ പിതാവിനോട് പ്രാർത്ഥിക്കുക. രഹസ്യത്തിൽ കാണുന്ന നിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം തരും. വീണ്ടും പറഞ്ഞിരിക്കുന്നത്, പ്രാർത്ഥിക്കയിൽ നിങ്ങൾ ജാതികളെ പോലെ ജൽപ്പനം ചെയ്യരുത്. ദാനിയേലിൻ്റെ പ്രാർത്ഥന നമുക്കേവർക്കും ഒരു മാതൃകയായി തീരട്ടെ. തൻ്റെയും തൻ്റെ ജനത്തിൻ്റെയും കുറ്റങ്ങൾ ഏറ്റുപറയുവാനും ദൈവത്തിൻ്റെ പരമാധികാരത്തെ ഉയർത്തുവാനും ദൈവവചനത്തിൻ്റെ അനുസൃതമായി പ്രവർത്തിക്കണമേ എന്നുള്ള പ്രാർത്ഥന ദൈവം നിശ്ചയമായും കേൾക്കും. യഥാർത്ഥ പ്രാർത്ഥന ദൈവം ആരാണെന്നും അവിടുത്തെ ബന്ധത്തിൽ നാം ആരാണെന്നുമുള്ള തിരിച്ചറിവുണ്ടാകുന്നു. പ്രാർത്ഥനയിൽ എപ്പോഴും ദൈവത്തിൻ്റെ മഹത്വം നാം ആരായേണ്ടതുണ്ട്. ദാനിയേലിൻ്റെ പ്രാർത്ഥനയിൽ ഗബ്രിയേൽ പ്രത്യക്ഷപ്പെടുന്നു. ഏറ്റവും പ്രിയ പുരുഷനായ ദാനിയേലേ എന്നാണ് അഭിസംബോധന ചെയ്യുന്നത്. നമ്മുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനയിൽ ദാനിയേലിൻ്റെ മാതൃക സ്വീകരിക്കുകയാണെങ്കിൽ ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കും. ദൈവം വലിയ കാര്യങ്ങൾ നമ്മെയും അറിയിക്കും. God bless you all with these words. ഉന്നതത്തിൽ നിന്നിറങ്ങി മന്നിതിൽ വന്ന നാഥനാ നിൻ